2013 കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ അന്നത്തെ മൗറീഷ്യസ് പ്രസിഡന്റിന് ഗംഗയിൽ കുളിക്കാൻ കഴിഞ്ഞില്ല. ഗംഗയുടെ തീരത്ത് മാലിന്യം കണ്ടപ്പോൾ താൻ കുളിക്കുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങിയ സംഭവം വരെയുണ്ട്. എന്നാൽ ഈ സംഭവം യോഗി ആദിത്യനാഥിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. 2017 യോഗി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത്. മൗറീഷ്യസ് പ്രസിഡന്റിന്റെ അനുഭവം മനസ്സിൽ വെച്ച് അധികം വൈകാതെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഗംഗ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ഗംഗയിലെ മാലിന്യം നീക്കുകയും അതിനുശേഷം മോദി ഒരിക്കൽ ഉത്തർപ്രദേശിൽ എത്തിയപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു കാര്യം ബോധിപ്പിച്ചു. പണ്ട് 2013 മൗറീഷ്യസ് പ്രസിഡന്റ് കുംഭമേളയ്ക്ക് വന്നപ്പോൾ ഉണ്ടായ സംഭവം വിവരിച്ച ശേഷം യോഗി പറഞ്ഞു, ഇപ്പോൾ ഇത് പഴയ ഗംഗയല്ല, ഒന്ന് അവിടം വരെ വരണം, അങ്ങ് മുങ്ങിക്കുളിക്കണം. പക്ഷെ അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഗംഗ വരെ പോകാൻ സമയമുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് തിരക്കിട്ട പരിപാടിയായിരുന്നു. പക്ഷെ അധികം വൈകാതെ മോദി ഗംഗ സന്ദർശിച്ചു. യോഗി നിർദ്ദേശിച്ചതുപോലെ മുങ്ങിക്കുളിക്കുകയും ചെയ്തു. ഗംഗയുടെ വിശുദ്ധി കണ്ട് മോദിക്കും അക്കാര്യം ബോധ്യമായി. അതുകൊണ്ടാണ് ഈ മഹാകുംഭമേള സമയത്ത് ഗംഗ ശുദ്ധമല്ലെന്നും കുളിച്ചാൽ രോഗം വരുമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തിയത്. ഇതിന് ഗംഗയിൽ സ്വയം മുങ്ങിക്കുളിച്ചാണ് യോഗി മറുപടി നൽകിയത്. ഗംഗയുടെ ശുദ്ധിയിൽ യോഗിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല, യോഗി ഒരു കാര്യം അഖിലേഷ് യാദവിനെ ഓർമ്മിപ്പിച്ചു. ഗംഗ അത്രയ്ക്ക് പരിശുദ്ധയല്ലായിരുന്നു 2017 മുൻപ്. അക്കാലത്ത് UP ഭരിച്ചിരുന്നത് സമാജ്വാദി പാർട്ടി ആയിരുന്നു എന്നാണ്.